സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഏതായാലും പരസ്യ എതിർപ്പുമായി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചത്, ഗാന്ധിവധത്തിനെ ന്യായീകരിച്ചത്, ഈ രണ്ട് കാര്യങ്ങളാണ് തനിക്ക് എതിർപ്പെന്ന് കെ മുരളീധരൻ പറയുകയാണ്. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. എന്നാൽ പറയാനുള്ളതൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതൃപ്തിയിലാണോ അദ്ദേഹം? ശരി, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഫോൺ കട്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം അറിഞ്ഞത് ടിവിയിലൂടെയാണ്. മുതിർന്ന നേതാവായ അദ്ദേഹവുമായി സംസാരിച്ചില്ല എന്നതിലും അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും രണ്ട് കാര്യങ്ങളിൽ തനിക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത്. പക്ഷേ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനില്ല എന്നുകൂടിയാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ, പ്രത്യേകിച്ച് യുവ നേതാക്കളെല്ലാം തന്നെ സന്ദീപ് വാര്യരെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് കെ മുരളീധരന്റെ വ്യത്യസ്ത സ്വരം, അല്ലേ അരുൺ സോളമൻ? തീർച്ചയായിട്ടും വിനീത, സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിൽ പ്രധാനമായും കെ മുരളീധരൻ പൂർണ്ണമായിട്ടുള്ള അതൃപ്തിയാണെന്ന് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് 2 ആഴ്ചയ്ക്ക് മുന്നേ വന്നിരുന്നുവെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാമായിരുന്നു. അത് രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാകുമായിരുന്നു. ഇത് വീണ്ടും ആ കാര്യം തന്നെ ആവർത്തിക്കുന്നു. പ്രധാനമായും സന്ദീപ് വാര്യരുടെ വരവിൽ പ്രധാനമായും തനിക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി 2 കാരണങ്ങളാലാണ്. ഒന്നാമത്തേത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതാണ്. മറ്റൊന്ന് ഗാന്ധി വധത്തെ ന്യായീകരിച്ചു അദ്ദേഹം സംസാരിച്ചു. ഈ 2 കാരണങ്ങളാണ് സന്ദീപ് വാര്യരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു അതൃപ്തി. അത് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ താനൊരു അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ടിവിയിലൂടെയാണ് അദ്ദേഹം അറിഞ്ഞത്. ഈ കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തു, പാർട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ വരവിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. ഈ ജനാധിപത്യ ഒരു സ്വഭാവത്തിൽ സ്വാഭാവികമായും പല രാഷ്ട്രീയക്കാരും കൂറുമാറി പല പാർട്ടിയോടും മാറാറുണ്ട്. അത് സ്വാഭാവികമായുള്ള ഒരു ഏർപ്പാടാണ്, പതിവായിട്ടുള്ള ഒരു ഏർപ്പാട് തന്നെയാണ്. നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ താൻ സ്വാഗതം ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ തനിക്ക് എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പതിവ് പോലെ പരസ്യമായി പറയുകയും ചെയ്യുന്നത്. ഏതായാലും